മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ശൈത്വാന ലഹാസ്, തീർച്ചയായും ശൈത്വാൻ കൊതിയനാണ്. ഉമ്മമാരെ, ശൈത്താൻ ഭയങ്കര കൊതിയനാണ്. അപ്പൊ നമ്മൾ ഈ കയ്യിൽ ബിരിയാണിയുടെ മണവും വെച്ചിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ കൊതിയനായ ശൈത്വാൻ രാത്രിയിൽ നിന്റെ അടുത്തു വരും. അതുകൊണ്ട് ഫഹ്ദറൂ അലാ അൻഫുസികും, നിന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ നീ ആ ശൈത്വാനിനെ സൂക്ഷിക്കണേ. മമ്പാത്ത, ആരെങ്കിലും രാത്രി കിടന്നുറങ്ങുകയും അവന്റെ കയ്യിൽ ഭക്ഷണത്തിന്റെ വാസന ഉണ്ടാവുകയും ചെയ്താൽ അങ്ങനെ അത് കാരണം വല്ല രോഗങ്ങളോ വിപത്തുകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ ദുരന്തങ്ങളോ വിഷമങ്ങളോ വൈഷമ്യങ്ങളോ പ്രയാസങ്ങളോ അവന് വന്നു പിടിപെട്ട് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തെ അല്ലാതെ അവൻ ആക്ഷേപിക്കേണ്ടതില്ല. അവൻ ആ രോഗം വരാനുള്ള കാരണം അവൻ തന്നെയാണ്. കാരണം ഉറങ്ങുമ്പോൾ ഭക്ഷണത്തിന്റെ വാസന കയ്യിലുണ്ടായത് കൊണ്ടാണ്. മുതിർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് സൂക്ഷിക്കാറുണ്ട്, കൈയെല്ലാം വൃത്തിയാക്കി കഴുകിയിട്ട് ഉറങ്ങും. പക്ഷെ നമ്മളെ മക്കളോ രാഷ്ട്രത്തെ ഉരുള വായിലിട്ട് കൊടുക്കുമ്പോഴായിരിക്കും മോന് കിടന്നുറങ്ങുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ അത് അവിടെ വെച്ചിട്ട് മുകളിലൊന്ന് തോർത്തി കൊടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് ഉറക്കാൻ കിടക്കും. ആ മോന്റെ കൈയും മുഖവും മണപ്പിച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ വാസനയുണ്ടോ? ഉമ്മമാര് ചിന്തിച്ചോ, ആ കുട്ടിക്ക് രോഗം വരാൻ സാധ്യതയുണ്ടോ? ആ കുട്ടിയെ പിശാചുക്കൾ ശല്യപ്പെടുത്താൻ സാധ്യതയുണ്ടോ എന്നോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ പിശാച് ശല്യപ്പെടുത്തുകയും ആ കുട്ടിക്ക് വല്ല ഉപദ്രവം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി അവനവൻ തന്നെയാണ്. കാരണം കൈ വൃത്തിയാക്കി ഉറങ്ങാത്തത് കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. പെണ്ണുങ്ങന്മാര് മനസ്സിലാക്കിക്കോ.